കേസെടുത്തതിനെ ഞാൻ എങ്ങനെയാണ് കാണുക? കേസെടുത്തെങ്കിൽ പോലീസല്ലേ കേസെടുത്തത്? പോലീസ് അതിന് നടപടിക്രമങ്ങൾ പാലിക്കുമായിരിക്കണമല്ലോ, അല്ലേ? അത് നടക്കട്ടെ. ശരി, അവര് പുലിവാൽ വിളിച്ചതാണ് പോലീസുകാർ, തെളിവൊന്നും കിട്ടാതെ. പോലീസ് പുലിവാൽ പിടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ 24-ൽ പറഞ്ഞു ഞാൻ പുലിവാൽ പിടിച്ചത്. അത് പിന്നെ അവിടുത്തെ അവതാരകന്റെ അഭിപ്രായമാണ്. അത് അദ്ദേഹം ബഹുമാനിക്കുന്ന ആളുമാണ്. ഒരു കേസ് വന്നാൽ എന്തോ പുലിവാൽ പിടിക്കുക? എത്രയോ കേസുകൾ നമ്മുടെ പേരിൽ വന്നിരിക്കുന്നു. എത്ര കേസ് രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഇന്ദിരാഗാന്ധി മൂർത്താബാദെന്ന് വിളിച്ചു. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ നിന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞല്ലേ അടിയന്തരാവസ്ഥയിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തത്. രാജ്യദ്രോഹം DI. എന്നിട്ടെന്തായി? 6 മാസം കഴിഞ്ഞ് ഞങ്ങളെ റിലീസ് ചെയ്തു. എന്റെ ഫൈനൽ LLB-യുടെ പരീക്ഷ തുടങ്ങുന്ന ദിവസമാണ് 1975 ജൂലൈ 1. ആ ദിവസം അറസ്റ്റ് ചെയ്ത് ഓൾ ടിക്കറ്റിന്റെ ബാക്കിട്ട് കിടന്നു. ഞാൻ പരീക്ഷ എഴുതാൻ പോയില്ല, അതിന്റെ സമരത്തിനാൻ പോയത്. ഞാൻ, ബേബി, ME ജയകുമാർ, ഞങ്ങൾ 23 പേർ. അന്ന് ഇന്ത്യയിൽ ഒരിടത്തും അടിയന്തരാവസ്ഥക്കെതിരെ യാതൊരു ചലനവും ഉണ്ടായിട്ടില്ല. ആ 7 ദിവസം, 7-ാം ദിവസമായത്. ജൂൺ 25 ഇത് ജൂലൈ 1. ഞങ്ങളാണ് ആദ്യം ഇന്ത്യയിൽ പ്രതിഷേധം നടത്തുന്നത്. ഇത് അമേരിക്കൻ മാസികമായ ടൈം അത് റിപ്പോർട്ട് ചെയ്തു. ടൈം മാസിക റിപ്പോർട്ട് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാർത്ഥി പ്രതിഷേധം. ഭയങ്കര ബന്ധവും കാര്യങ്ങളും. അടിയന്തരാവസ്ഥയല്ലേ, അതൊക്കെ നമ്മൾ കണ്ടതല്ലേ. പിന്നെ ഇപ്പോൾ ഇവരൊരു കേസെടുത്തെന്നും പറഞ്ഞിട്ട് ഞാനെന്തിനാണ് അതിനെപ്പറ്റി ബേജാറാവുന്നത്? അത് പ്രസംഗമാണ്. അതായത് ഒരു കാര്യം നെഗറ്റീവായി പറഞ്ഞ് പോസിറ്റീവായ എഫക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രസംഗ തന്ത്രമുണ്ട്. അതൊന്നും പോലീസുകാർക്ക് അറിയില്ലായിരിക്കും. അത് അവിടുത്തെ SP-യോട് ചോദിച്ചേ. അത് നിങ്ങൾ ആ SP-യോട് കണ്ട് ചോദിക്കും എന്തിനാ എടുത്താണ്, അല്ല ഡിസ്ട്രിക്ട് കളക്ടറോട് ചോദിക്കും. ഞാൻ ഇല്ലില്ല, പാർട്ടി അങ്ങനെ ചെയ്യുന്ന ഒരു തോന്നലും ഉണ്ടാവില്ല. കാരണം അങ്ങനത്തെ സംഭവമില്ല. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല, ഒരാളുടെ സഹായം തേടിയിട്ടില്ല, ഒരു പോലീസിന്റെ സഹായം തേടിയിട്ടില്ല, ആരുടെ സഹായം ഞാൻ തേടിയിട്ടില്ല. ഞാനിവിടെ തന്നെയുണ്ട്. എന്നെ പലരും വിളിച്ചു. അഭിഭാഷകർ മൊത്തം എനിക്ക് പിന്തുണയാണ്. പാർട്ടിയിൽ ആരും എന്നെ വിളിച്ചില്ല, ഞാനും വിളിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ആരെയും വിളിച്ചില്ല, പിന്നെ എന്നെ വിളിക്കണം. അഭിഭാഷക സമൂഹം കേരളം മൊത്തം എനിക്ക് നല്ല പിന്തുണയാണ്. ജസ്റ്റിസ് കമാൽ പാഷ വരെ പറഞ്ഞത് അസംബന്ധമാണ്, നിലനിൽക്കത്തില്ല. ജഡ്ജിയല്ലേ അത്. ഇതെല്ലാവരും വിമർശിക്കുന്ന ആളാണല്ലോ പൊതുവെ. അത് അങ്ങനെയാണല്ലോ പറഞ്ഞത്. തെളിവില്ലാത്തൊരു സംഭവത്തിൽ എന്തിനായിരിക്കും പോലീസ് തിടുക്കപ്പെട്ട് കേസെടുത്തില്ല? വേറെ ദുരുദ്ദേശം കള്ളത്തെളിവ് ഉണ്ടാക്കാൻ, അല്ല എന്ത് ചെയ്യാൻ പറ്റും? കള്ളത്തെളിവ് ഉണ്ടാക്കണ്ടേ? ഏതെങ്കിലും തരത്തിലൊരു അതാ പോലീസ് പുലിവാല് പിടിച്ചതെന്ന് പറഞ്ഞു. ഏതെങ്കിലും തരത്തിലൊരു ഗൂഢാലോചന ഏതെങ്കിലും ഉണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല, ഞാൻ ഗൂഢാലോചനയിലൊന്നും പങ്കെടുക്കാറില്ല. എനിക്കറിയത്തില്ല. എന്തായാലും നല്ല ആലോചനയല്ല, ഗൂഢമായ ആലോചനയല്ലെങ്കിൽ നല്ല ആലോചനയല്ല. നല്ല ആലോചന ഉണ്ടെങ്കിൽ ഇങ്ങനെ FIR ഉണ്ടാകാൻ. ഞാൻ ഒറ്റ പ്രതിയേ ഉള്ളൂ. ഇതാണ് ഒറ്റ പ്രതി, കുറ്റവാളി. ഞാനിങ്ങനെ കേരളത്തിലെ ഏകദേശം ഒരു നിയോജക മണ്ഡലത്തിൽ നിയർലി 600 മുതൽ അസംബ്ലിയിൽ ഒരു 1000 വരെ പോസ്റ്റ്മോർട്ടം മാക്സിമം കാണും. ഒരു പാർലമെന്റിൽ ഒരു 5000 7000 വരെ കാണും. അപ്പോൾ 1 ലക്ഷം അല്ലെ 1.5 ലക്ഷം പോസ്റ്റർ ബാലറ്റ് ഒന്ന് ഓട്ടിക്കുക കേരളത്തിൽ. ഞാനെല്ലാം പോയിരുന്നു ഇങ്ങനെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ സ്ഥലത്തും പോയിട്ട്. എന്റെ ജോലി ഇതായിരുന്നു, മനസ്സിലായി.